അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ റോഡ്സിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ലൈൻ അസിസ്റ്റ് കൺട്രോൾ, അതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നു. അപ്പം അതിന് എങ്ങനെയാണ് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ എപ്പോഴും വണ്ടിക്ക് എന്തൊക്കെയായിരുന്നു ഫോൾട്ട് എന്ന് അറിയാനാണല്ലോ അത് കാണുന്നത് തന്നെ. ഒരാൾ കുറുക്കിയാടിയാലും പെട്ടെന്ന് ഒരു വണ്ടി ഒരു ബൈ റോഡിൽ നിന്ന് കയറി വന്നാലും ഒക്കെ വണ്ടി ബ്രേക്ക് ചെയ്തോളൂ. ബഗ്ഗുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സോഫ്റ്റ്വെയർ ബഗ് ഉണ്ട് കേട്ടോ, അത് ശരിയാണ്. സർവീസ് സെന്ററിന്റെ സൈഡിൽ നിന്നുള്ള അഭിപ്രായം ഓക്കെ ആണോ? സർവീസ് സെന്റർ XUV700 10,000 സർവീസിന് അത്ര എമൗണ്ടേ ആയുള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചുമ്മാ ചെറുപ ബ്രേക്ക് പിടിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് തീർന്നു പോവായിരിക്കും. ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുക, നമ്മള് ബ്രേക്ക് ചെയ്യേണ്ടാത്ത ഒരു സാഹചര്യത്തിൽ അത് തന്നെ കയറി ബ്രേക്ക് ചെയ്യാറുണ്ടോ? നമ്മൾ സാധാരണ ചോദിക്കാറുള്ള മെയിൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഹലോ ഫ്രണ്ട്സ്, പോക്കറ്റ് നെഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു വാഹനം, ഈ ഒരു ഓണറിനെ നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. XUV700 നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള XUV700 തന്നെയാണ് ഈ വാഹനം. അതായത് AX7 പെട്രോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വേരിയൻ്റ് ആണ് ഈ 700 എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് അല്ല, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നമ്മൾ ഒരു 1 ഇയർ ആയെന്ന് തോന്നുന്നു നമ്മൾ ചെയ്തിട്ടല്ലേ. അപ്പം നമ്മൾ വീണ്ടും ഒരു 1 ഇയറിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിനായിട്ട്, ലോങ് ടേം XUV700 യൂസർ എക്സ്പീരിയൻസിനായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. നന്ദു ബ്രോ, നമ്മൾ നന്ദു ബ്രോയുടെ വേറൊരു സൂപ്പർ ബൈക്കിൻ്റെ യൂസർ എക്സ്പീരിയൻസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ടിട്ടില്ലാത്തവർ കാണുക, ഞാനത് മുകളിൽ കൊടുത്തേക്കാം. അപ്പോൾ XUV700 1 വർഷം ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് വേണ്ടത്. തീർച്ചയായും. ആദ്യം തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലോങ് ഡ്രൈവ് എക്സ്പീരിയൻസ് തന്നെ ചോദിക്കാം. അപ്പോൾ അന്ന് ആ സമയത്ത് എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ വരെയൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ലോങ് ഒക്കെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇല്ല, വണ്ടിയുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കംഫർട്ടാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് അത്യാവശ്യം വണ്ടി വളരെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് നമുക്ക് എപ്പോഴും തോന്നും. കാരണം ഇന്നേ വരെ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഓൾമോസ്റ്റ് ഇപ്പോൾ 2 ഇയേഴ്സ് ആവുന്നു. ഈ വരുന്ന എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വണ്ടി കൈ കിട്ടിയിട്ട് 2 വർഷം. 2 വർഷമാവുന്നു. 2 വർഷം. ഞാൻ 1 വർഷം കഴിഞ്ഞതേ ഉള്ളതാണ് വിചാരിച്ചത്. 2 വർഷമാവുന്നു. അപ്പോൾ ആദ്യം കിട്ടിയ ആദ്യത്തെ ഫസ്റ്റ് ബാച്ച് വണ്ടി. അപ്പം എനിക്ക് തോന്നുന്നു ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ലോങ് ഡ്രൈവ്സ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും കംഫർട്ടബിൾ ആണ്. ഒട്ടും ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റ് ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന ഒരു 50 lakhs ബിലോ വരുന്ന SUVസിലെല്ലാം വെച്ച് കമ്പയർ ചെയ്താൽ പോലും കംഫർട്ട് വൈസ് ഏറ്റവും ബെസ്റ്റ് ഒരു കാറ് തന്നെയാണ്. അതായത് ഫോർച്യൂണർ വരുന്നു, എൻഡവർ വരുന്നു, ഉറപ്പില്ല. പിന്നെ സ്കോർപിയോ N, സഫാരി, അതൊന്നും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫാർ ബെറ്റർ ആണ് വണ്ടി. ഓക്കെ. കാരണം ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടി എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എല്ലാവരും ഇപ്പം വീട്ടിലാണെങ്കിലും വേറെ വണ്ടികളുണ്ടെങ്കിലും ലോങ് ഡ്രൈവ് പോട്ടെ ഒരു 30 കിലോമീറ്റർ പോലും പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എല്ലാവരും ഉണ്ടെങ്കിൽ ഈ വണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. വേറെ വണ്ടികൾ എടുക്കത്തില്ല. കാരണം അത് അത്രയും കംഫർട്ടബിൾ ആണ്. പിന്നെ മൈലേജ് നമ്മൾ അത്രയും വലിയ മാറ്റർ എടുക്കില്ല. കാരണം ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും സൗകര്യം ഇത്രയും ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടി കയ്യിലുള്ളപ്പോൾ പിന്നെ നമ്മൾ പെട്രോളിൻ്റെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമുക്ക് അത്രയും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതെ. അപ്പോൾ പിന്നെ ആ കാര്യത്തിലെല്ലാം ഹാപ്പിയാണ്. ലോങ് ടേം ഒരു ഔട്ട്ലൈൻ പറയുകയാണെങ്കിൽ ഹാപ്പിയാണ്. തീർച്ചയായും ഹാപ്പിയാണ്. ഇതുവരെ ഡിസപ്പോയിൻറ്റഡ് അല്ല. ഓക്കെ. അപ്പം നമുക്കിനി ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചോദിക്കാം. ഓക്കെ. അതിയായ മഴ മൂലം നമ്മൾ ഉള്ളിലേക്ക് ഷൂട്ട് മാറ്റി. ഭയങ്കര മഴയായിരുന്നു. ഞാൻ വൈകിട്ടത്തേക്ക് ഷൂട്ട് ആക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ വൈകിട്ട് മഴയാന്ന് വിചാരിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഉച്ചയ്ക്കും ഭയങ്കര മഴയായിപ്പോയി. അതുകൊണ്ട് നമ്മൾ അകത്തിരുന്ന് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വെച്ചു. അപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞല്ലോ, ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ്. അതിലാദ്യമായിട്ട് ചോദിക്കാനുള്ളത് മൈലേജ് ആണ്. അപ്പം എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് ഇതുവരെ? ഇത് ഇപ്പോൾ 18 കിലോമീറ്റർ കൃത്യം. 500 അത്ര ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത്രയും കിലോമീറ്റർ ഓടിച്ചതിൽ മൈലേജ് കിട്ടി വാങ്ങിയപ്പോഴുള്ള മൈലേജ്, അതായത് ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിഞ്ഞപ്പോഴുള്ള മൈലേജ് ബെറ്റർ ആണ്. അതായത് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം എങ്ങനെ ഒരു 10.5 11 എങ്ങനെയാണെങ്കിലും കിട്ടുന്നുണ്ട്. പക്ഷെ നന്നായിട്ട് ഓടിക്കണം. അതായത് ഭയങ്കരമായി ത്രോട്ടിൽ ചെയ്ത് ഓടിച്ച് നന്നായിട്ട് കുറയും. അല്ലാത്ത പക്ഷം എനിക്ക് ഇപ്പം ഞാൻ ഇവിടുന്ന് ഒരു 150 കിലോമീറ്റേഴ്സ് ഒക്കെ എറണാകുളമൊക്കെ പോയി വരാൻ 3000 പോയി വരാം. വൺ സൈഡ് 1500 ഒക്കെ കുഴപ്പമില്ല. അത് പക്ഷേ റീസണബിൾ. നമ്മളിപ്പോൾ ഒരു ഏത് വണ്ടി കൊണ്ട് പോകണമെങ്കിലും മിനിമം 1000 rupees കാറിൽ പോകണമെങ്കിൽ ആവും. ഒരു 500 rupees എക്സ്ട്രാ കൊടുത്ത് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ലക്ഷറിനെസ്സും ആ ഒരു
കംഫർട്ടും ഒക്കെ കിട്ടും. പിന്നെ മൈലേജ് അങ്ങനെ നോക്കുന്നത് മാത്രമല്ല, പക്ഷെ നമ്മളിത് യാത്ര പോകുമ്പോൾ എപ്പോഴാണെങ്കിലും ഒരു ഫസ്റ്റ് പ്രിഫറൻസ് വണ്ടി തന്നെ ആയിരിക്കും ഡെഫിനറ്റ്ലി. കംഫർട്ടിനെ നോക്കിയിട്ട് ഈ വണ്ടി തന്നെ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം ഇത് AX7 ലക്ഷറി വേരിയന്റിന്റെ തൊട്ട് താഴെയാണ്. ഇതിന്റെ മുകളിലൊരു ലക്ഷറി വേരിയന്റിനോട് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് കുറച്ച് 360 ക്യാമറ അങ്ങനെ, പിന്നെ ഹാൻഡ് ബ്രേക്കിന്റെ സ്വിച്ച് ആയിരിക്കും, ഇലക്ട്രോണിക് ആയിരിക്കും ഹാൻഡ് ബ്രേക്ക്, പിന്നെ അങ്ങനെയുള്ള കുറച്ച്, പിന്നെ 360 ക്യാമറ, പിന്നെ സോണിയുടെ സൗണ്ട് സിസ്റ്റം ആയിരിക്കും വരിക. അങ്ങനത്തെ. അപ്പൊ അതിന് സ്പീക്കേഴ്സ് ഒരു 4 സ്പീക്കേഴ്സോടെ കൂടുതൽ വരും റൂഫിലൊക്കെയാണ്. അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മുകളിൽ കൊടുത്തേക്കാം, ഈ ഒരു വാഹനത്തിൻ്റെ തന്നെ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ ചോദിക്കാൻ പോകുന്നത് അതിന് ശേഷം, അതായത് ലോങ് റൺ എക്സ്പീരിയൻസ് മാത്രമാണ്. അപ്പോൾ മൈലേജിന് ശേഷം അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് ഇതിൻ്റെ അഡാസ് ഫീച്ചേഴ്സ്. ഇപ്പം XUV700 ഒരാൾ എടുക്കുന്നു എന്ന് പറയുമ്പം ഈ ഒരു 15 lakhs തൊട്ടുള്ള വണ്ടികളൊക്കെ എടുക്കുന്നതിനാണ് ഞാൻ ഒരിക്കലും ആരെയും സജസ്റ്റ് ചെയ്തിട്ടില്ല. എന്നോട് ആര് ചോദിച്ചാലും ഞാൻ അത് എടുക്കുവാണെങ്കിൽ ഒരു 25 lakhs മുകളിലോട്ടുള്ളത് എടുക്കാവുന്നതിനെ ഞാനും പറയുള്ളൂ. അപ്പം ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണിത്. അപ്പം അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ റോഡ്സിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ലൈൻ അസിസ്റ്റ് കൺട്രോൾ, അതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നു. അപ്പം അതിന് എങ്ങനെയാണ്? അത് ശരിയാണ്. പക്ഷേ അതായത് നമ്മുടെ നാട്ടില് കേരളത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക്. അതേസമയം ബാംഗ്ലൂർ ലോങ് ഡ്രൈവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ് ശരിക്കും. ലൈൻ അസിസ്റ്റ് ആണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് സ്ട്രെയിൻ ഒട്ടുമില്ല. ഇപ്പൊ നമുക്കൊരു ചെറിയ ഹൈവേയിലുള്ള ചെറിയ ചെറിയ ടേൺസ് എന്ന് പറയുമ്പോൾ യു ടേൺസ് ആയിരിക്കില്ല, ചെറിയ ടേൺസ് ആയിരിക്കും. അപ്പൊ അതെല്ലാം വണ്ടി തന്നെ എടുത്തോളും. ജസ്റ്റ് സ്റ്റിയറിംഗിൽ കൈ വെച്ച് മാത്രം കൊടുത്താൽ നമ്മൾ തിരിച്ചു പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ വണ്ടി തന്നെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ ആ ലൈൻ അനുസരിച്ച് പൊക്കോളും. അതൊരു കാര്യം. പിന്നെ ഫ്രണ്ടിലുള്ള വണ്ടിയെ ബേസ് ചെയ്തായിരിക്കും വണ്ടി പോവുക. ആ വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്ത് പോകും. അപ്പം നമുക്ക് ഒരുപാട് അറ്റൻഷൻ ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ലോങ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഒരു 700 അല്ലെങ്കിൽ 600-700 കിലോമീറ്റേഴ്സ് ഒക്കെ മിനിമം ഉണ്ടാവുമല്ലോ. ഒരു 500 കിലോമീറ്റേഴ്സ് പോകും എന്തായാലും ലോങ് ഡ്രൈവ് ആണ്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും ഈസി ആയിട്ട് ഓടിക്കാം. നമുക്കൊരു സ്ട്രെയിൻ ഇല്ല. നമുക്കിപ്പം ഇവിടുന്ന് നമുക്ക് നന്നായിട്ട് നമുക്ക് കൂടെയുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി നല്ല ഫ്രീ ആയിട്ട് സംസാരിച്ച് ഫുൾ ടൈം റോഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം വലിയ അത്യാവശ്യം വരത്തില്ല. കാരണം ഒരാൾ കുറുക്കിയാടിയാലും പെട്ടെന്ന് ഒരു വണ്ടി ഒരു ബൈ റോഡിൽ നിന്ന് കയറി വന്നാലും ഒക്കെ വണ്ടി ബ്രേക്ക് ചെയ്തോളും. ഒരു ബൈ റോഡ് ബ്ലൈൻഡ് ആയിട്ടുള്ള ബൈ റോഡിൽ നിന്ന് പോലും ഒരു വണ്ടി സൈഡിൽ നിന്ന് കയറി വരുമ്പോൾ അഡാപ്റ്റീവിലാണ് വണ്ടി കിടക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ബ്രേക്ക് ചെയ്യും. അല്ലാത്ത പക്ഷം വണ്ടി ബ്രേക്ക് ചെയ്യില്ല. അതായത് ആ വണ്ടിയുടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. എനിക്ക് തോന്നിയത് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ സ്പീഡ് നമ്മുടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ എത്ര അടുത്ത് പോയാലും ബ്രേക്ക് ചെയ്തില്ല. നമ്മുടെ സ്പീഡ് ഇപ്പൊ നമ്മൾ നല്ല ക്ലോസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുക, ബ്രേക്ക് ചെയ്യില്ല ഒരിക്കലും. അതേസമയം നമ്മളൊരു 60-ലും ആ വണ്ടിയിൽ 50-ലും പൊക്കോണ്ടിരിക്കുക, നമ്മൾ അടുത്തില്ലാണെന്നുണ്ടെങ്കിൽ മാത്രമേ ബ്രേക്ക് ചെയ്യുള്ളൂ. അതായത് ആ വണ്ടിയുടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്ത് ഈ വണ്ടിയുടെ സ്പീഡ് നോക്കിയിട്ട് ഇത് നിൽക്കില്ല എന്നുള്ള സാഹചര്യത്തിൽ മാത്രമേ ബ്രേക്ക് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല. വളരെ യൂസ്ഫുൾ ആണ്. ലോങ് ഡ്രൈവ്സിലൊക്കെ വളരെ യൂസ്. കേരളത്തിലെ റോഡ്സിൽ ഈ ലൈൻ അസിസ്റ്റ് പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം പല പ്രാവശ്യം ഇവിടുത്തെ റോഡ്സിന്റെ ലൈൻ പോലും ശരിക്കും ഒരു കാറിന് ഒരുവിധം പോകാന്നുള്ള, അതായത് അത്യാവശ്യം നന്നായിട്ട് പോകാവുന്ന രീതിയിലുള്ള ലൈനേ ഉള്ളൂ. ഒരു ട്രക്കിന് നിറഞ്ഞു പോകുന്ന ലൈൻസ് ഒക്കെയാണ് മിക്കവാറും. MC റോഡിലെ പോലും അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ ഈ ബൈക്കുകാർ ഈ ലൈനിന്റെ ഇങ്ങനെ അറ്റം ചിലപ്പോൾ പോകും. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അവരിങ്ങോട്ട് കയറി വരുമ്പോൾ ഈ ലൈൻ അസിസ്റ്റ് ഉണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി പിടിച്ച് ലൈനിന്റെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പിടിച്ച് ലെഫ്റ്റിലേക്ക് ചേർക്കും. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഇപ്പൊ ആ ഒരു നമ്മുടെ ഈ ഡോർ സൈഡില് ഒന്നും സെൻസേഴ്സ് വരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ചിലപ്പോൾ ഹിറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മുടെ കേരള റോഡ്സിൽ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല ഈ ലൈൻ അസിസ്റ്റ് ഞാൻ പക്ഷേ ഓൾവേസ് ഇതുവരെയും ഉപയോഗിച്ചിട്ടുള്ള ലൈൻ അസിസ്റ്റ് ഇട്ടാണ് ഓടിച്ചിട്ടുള്ളത്. കാരണം അല്ല, യൂഷ്വലി ഞാൻ വണ്ടിയിൽ എപ്പോഴും അത് പ്രീസെറ്റ് ആയിട്ട് അത് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് അത് എപ്പോഴും ഓൺ ആയിരിക്കും, ഡിഫോൾട്ട് ആയിട്ട് ഓൺ ആണ്. അപ്പൊ പിന്നെ ഞാൻ അതിന് ഓഫ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പിന്നെ എനിക്ക് അല്ലെങ്കിൽ തന്നെ നമ്മൾ ചില സമയം നമ്മൾ സംസാരിക്കുമ്പോഴോ പെട്ടെന്നൊക്കെ ഫ്രണ്ടിൽ ഒരാൾ ചവിട്ടുക. ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് എപ്പോഴും ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ഓടിക്കാറ്. കാരണം അത് സേഫ്റ്റി അല്ലേ. പിന്നെ എനിക്കാണെങ്കിലും ഇപ്പം 20,000 കിലോമീറ്റേഴ്സിലാണെങ്കിൽ ബ്രേക്ക് പാഡ്സ് ഒന്നും തീർന്നിട്ടില്ല. ഓട്ടോ ബ്രേക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചുമ്മാ ചെറുപത ബ്രേക്ക് പിടിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് തീർന്നു പോവായിരിക്കും. ഓക്കെ, പക്ഷെ അത് 20,000 ആയിട്ട് ഇതുവരെ അങ്ങനെ തീർന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ബെറ്ററാണ്. ഓക്കെ, അപ്പം ഈ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ?
അതായത് മീൻസ് പ്രതീക്ഷിക്കാത്ത സമയത്താണ് ചെയ്യേണ്ടത്. ഞാൻ ഉദ്ദേശിച്ചതല്ല. ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുക, നമ്മള് ബ്രേക്ക് ചെയ്യേണ്ടാത്ത ഒരു സാഹചര്യത്തിൽ അത് തന്നെ കയറി ബ്രേക്ക് ചെയ്യാറുണ്ടോ? അതായത് ഞാൻ പറഞ്ഞു, നമ്മുടെ കേരള റോഡ്സിൽ നമ്മുടെ ഈ ബൈ റോഡ്സ് ജോയിൻ ചെയ്യുന്ന റോഡുകളിൽ ഈ പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ നമ്മള് ക്രൂസ് കൺട്രോൾ ഇട്ട് അഡാപ്റ്റീവ് ഇട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ സൈഡിൽ നിന്ന് ബൈ റോഡിൽ നിന്ന് ഒരു വണ്ടി കയറി വരുമ്പോ നമ്മൾ നേരെ നോക്കും വണ്ടി ഒന്നും കാണില്ല. അപ്പം നമ്മൾ ഈ വണ്ടി ഭയങ്കരമായിട്ട് വണ്ടി പെട്ടെന്ന് സ്ലോ ആവും ഹൈവേല്. അപ്പൊ ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ അത് ഡേഞ്ചർ അല്ലേ, ഹൈവേലൊന്നും അത്ര സ്ലോ ആവാൻ പാടില്ലല്ലോ. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബൈ റോഡിൽ നിന്നൊരു ബൈക്കായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളത് നമ്മൾ നോക്കുമ്പോൾ ആ ബൈക്ക് അങ്ങനെ നിൽക്കുന്നത്, ആ വണ്ടി നമ്മുടെ അടുത്ത് വരാൻ സമയം എടുക്കും. പക്ഷെ അതൊരു 1-2 പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡ് ട്രാക്ക് കീപ്പ് ചെയ്യണം. സ്പീഡ് ട്രാക്ക് കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. എന്നാലും ബൈ റോഡിൽ നിന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ഈ ബ്രേക്കിംഗ് ഇഷ്യൂ വരും. പക്ഷെ എങ്ങനെ ബ്രേക്കിംഗ് ഇഷ്യൂവിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരും ബ്രേക്ക് ചെയ്യാറില്ല, അതങ്ങ് പാസ് ചെയ്ത് പോകാറേ ഉള്ളൂ. അപ്പം പുറകെ വരുന്നവൻ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാ വണ്ടിയും അത്രയും കോൺഷ്യസ് ആയിട്ടായിരിക്കില്ല ഓടിക്കുക. അപ്പൊ അങ്ങനെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ദൈവം സഹായിച്ചു. പക്ഷെ എന്നാലും അപകടം ഉണ്ടാവാൻ ഉള്ള ചാൻസസ്, അത് വണ്ടി നമ്മളെ അലേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ എഫേർട്ട്ലെസ് ഡ്രൈവിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് കോൺഷ്യസ് ആകാതിരിക്കുകയാണെങ്കിൽ ഇത് അറിയിക്കുകയും ചെയ്യും അല്ലേ ഡ്രൈവർ? അതായത് വണ്ടിയിലുണ്ട് ഡ്രൈവർ അറ്റൻഷൻ ലെവൽ ഉണ്ട്. അറ്റൻഷൻ ലെവല് അതിനകത്ത് എപ്പോഴും നമുക്ക് കാണിക്കും, നമുക്ക് വേണേൽ ചെക്കും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഡ്രൗസിനെസ് ഡിറ്റക്ഷൻ ഉണ്ട്. നമുക്ക് നന്നായിട്ട് ഉറക്കം വരികയാണെങ്കിൽ, നമ്മുടെ അറ്റൻഷൻ ലെവൽ നന്നായിട്ട് കുറയുകയാണെങ്കിൽ, നമ്മളൊരു കാപ്പി കുടിക്കാൻ ചായ കുടിക്കാൻ വണ്ടി സൈഡിൽ എന്നാൽ കുടിച്ചേക്കാന്ന് സൈഡിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു 30 മിനിറ്റ്സ് കഴിയാതെ വണ്ടി സ്റ്റാർട്ട് ആവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് സേഫ്റ്റി ഫീച്ചറാണ്. 1 മണിക്കൂർ ഒരു പവർ നാപ്പ് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സേഫ്റ്റി ഫീച്ചറാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടു. പക്ഷെ നല്ലതാണ് ഒരു കണക്കിന്, കാരണം ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ജീവിതം പോകുന്ന കാര്യമല്ലേ. 30 മിനിറ്റ്സ് ചെറിയൊരു നാപ്പ് എടുത്ത് കഴിഞ്ഞാൽ ക്ഷീണം മാറി കിട്ടും, പിന്നെ ഡ്രൈവ് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഇതിന്റെ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അറ്റൻഷൻ ലെവൽ എന്റെ ഒരു ലെവലൊക്കെ രാത്രി ഡ്രൈവിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്ത് ഓടിക്കുന്നെങ്കിൽ അറ്റൻഷൻ ലെവൽ കുറയും. അറ്റൻഷൻ ലെവൽ കുറയും. കാരണം നമ്മൾ സ്റ്റിയറിംഗിനകത്ത് ഹോൾഡ് ചെയ്യുന്നതിന്റെ ഇത് കുറയുന്നതനുസരിച്ചായിരിക്കണം മേ ബി. പിന്നെ വണ്ടി ഒരുപാട് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അറ്റൻഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതൊക്കെയാണ്. ഇപ്പം ലോങ് ഡ്രൈവിൽ ഇപ്പൊ ബാംഗ്ലൂർ ഒക്കെ പോയില്ല, ഏറ്റവും ലോങ് പോയതാ? ബാംഗ്ലൂർ സത്യമായി ബാംഗ്ലൂർ പോയില്ല. ഞാൻ പോയിട്ടുള്ളത് പാലക്കാട്, പിന്നെ അതുപോലെ തന്നെ ഗുരുവായൂർ ടു കന്യാകുമാരി സിംഗിൾ സ്ട്രെച്ച്. പിന്നെ അല്ല 300 അല്ല, അത് മോർ ദാൻ ദാറ്റ് ഉണ്ട്. അത് എങ്ങനെ ഒരു 350 റേഞ്ച് ഉള്ളെന്ന് തോന്നി എനിക്ക്. ഇതില്ല. പിന്നെ അതുപോലെ തന്നെ മൂന്നാർ ടു കന്യാകുമാരി അങ്ങനെ പോയിട്ടുണ്ട്. മൂന്നാർ, പത്തനംതിട്ട ടു കന്യാകുമാരി. അതും സിംഗിൾ സ്ട്രെച്ച്. ഇവിടെ ജസ്റ്റ് കുറച്ച് ലഗേജ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും എടുത്ത് വെച്ച് സിംഗിൾ സ്ട്രെച്ച് തന്നെ. അതിലൊക്കെ അതായത് അതിലും ക്ഷീണങ്ങൾ ഒന്നുമില്ല. ഞാൻ രാവിലെ ഒരു 6-7 മണിയല്ല, ഒരു 8-9 മണി ആയപ്പം മൂന്നാറിൽ നിന്ന് ഇറങ്ങി നേരെ ഓടിച്ചിവിടെ എത്തി. ലഗേജ് ഞാൻ എടുത്ത് ഓൾറെഡി പാക്ക് ചെയ്തിരുന്നു. ലഗേജ് നേരെ വണ്ടി ഇടുക്കി കയറ്റി നേരെ കന്യാകുമാരി. അതിലൊന്നും യാത്രയുടെ ഞാൻ ഡ്രൈവ് ചെയ്ത് ഞാൻ കന്യാകുമാരി ചെന്നിട്ട് പോലും ഞാൻ പിന്നെയും കുറെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. യാത്രാക്ഷീണത്തിന്റെ പേരിൽ യാത്രാക്ഷീണം വലിയ പ്രശ്നമില്ല. ഞാൻ അത് മാത്രം ഇൻ ബിറ്റ്വീൻ ഞാൻ എവിടെയും വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ചായ കുടിക്കാനോ കപ്പി കുടിക്കാനോ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ക്ഷീണമില്ല. എനിക്ക് ഇതുവരെ ഈ വണ്ടി ഓടിച്ച് വലിയ ക്ഷീണമായിട്ട് തോന്നിയിട്ടില്ല. ഈ പ്രായത്തിന്റെ ആയിരിക്കും. പ്രായമൊന്നും ഇഷ്ടം ഒരു കാര്യം, പിന്നെ പ്രായമൊന്നും അധികം ആയിട്ടില്ല. അപ്പൊ നമുക്ക് വലിയ മടുപ്പ് തോന്നുന്ന കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്തങ്ങ് ചെയ്ത്. ഇതൊരു പ്രോപ്പർ SUV തന്നെയാണല്ലോ. അപ്പം SUVക്ക് ഏറ്റവും വേണ്ടത് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അപ്പം ഇത്രയും കിലോമീറ്റർ ഓടിച്ചപ്പോൾ മൂന്നാറൊക്കെ പോയെന്ന് പറഞ്ഞു. മൂന്നാറിലൊക്കെ പോയപ്പോഴേ ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയാണ്? എവിടെയെങ്കിലും ഒക്കെ അടി തട്ടിയിട്ടുണ്ടോ, അതോ സൂക്ഷിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, എല്ലായിടത്തും വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് പോയിട്ടുള്ളത്. ഇതുവരെ എനിക്ക് എവിടെയും ഞാൻ ശരിക്കും അതൊരു റിസോർട്ടാണ്, അതിന്റെ പേര് ഞാൻ മറന്നുപോയി, അത് മെൻഷൻ ചെയ്യുന്നില്ല. അവിടേക്ക് പോകുന്ന റോഡ് ഭയങ്കര മോശമായിരുന്നു. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ കുഴപ്പമില്ലാത്ത റോഡായിരുന്നു. പിന്നെ ആ റോഡ് ഇല്ലാതെയായി, പിന്നെ കല്ലും മണ്ണും മാത്രമായി. അപ്പോൾ വളരെ അത് ഡിസെൻഡിങ് ഒക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഇത്രയും അത്യാവശ്യം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ക്ഷീണം കുറയാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള സെൻസിൽ ഞാൻ ഇതിനകത്ത് മറ്റേ
ഡിസൈൻ കൺട്രോൾ ഉണ്ട്. അപ്പൊ അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി തന്നെ ഇറങ്ങി പൊക്കോളും. ബ്രേക്ക് ചെയ്ത് കഷ്ടപ്പെടണം, വണ്ടിയിൽ ഇരുന്ന് മാത്രം കൊടുത്താൽ മതി, സ്റ്റിയറിംഗ് മാത്രം നോക്കിയാൽ മതി. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അതൊക്കെ ഇട്ട് ഞാൻ നല്ല സുഖമായിട്ട് പോയി. എനിക്ക് എവിടെ ഞാനൊന്നും കല്ലും എനിക്ക് ഇന്ന് വരെ ഫ്രണ്ടോ ബാക്കോ അടിവശമോ എവിടെയും തട്ടിയിട്ടില്ല. അങ്ങനെയുള്ള യാതൊരു വിഷയം ഫേസ് ചെയ്തില്ല. ഓഫ് റോഡ് കയറ്റിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നില്ല. ഓഫ് റോഡ് കയറ്റിട്ടില്ല. ഓക്കെ, അപ്പം ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യത്തിൽ ഹാപ്പിയാണ്. പിന്നെ സസ്പെൻഷൻ, അതായത് മോശം റോഡുകളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ സസ്പെൻഷൻ വണ്ടിക്കകത്ത് നല്ല സസ്പെൻഷനാണ്. എനിക്ക് ഇന്ന് ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ നെഫി ആദ്യം ചോദിച്ചപ്പോൾ യൂസർ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ഇതിനു മുമ്പ് നെഫി ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയുള്ള കണ്ടന്റ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോശം ഞാൻ വണ്ടിയെ കുറിച്ച് പറയാനായിട്ട് എനിക്കൊന്നും ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ഈ ഒരു ബഡ്ജറ്റ്, നമ്മളെപ്പോഴും നമ്മുടെ ബഡ്ജറ്റ് വെച്ചിട്ട് വേണമല്ലോ വണ്ടിയെ കമ്പയർ ചെയ്യാൻ. ഈ ഒരു 25 അല്ലെങ്കിൽ 30 lakhs വരുന്ന ഒരു വണ്ടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വർത്ത് മോർ ദാൻ ദാറ്റ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു 50 lakhs വണ്ടിയിൽ പോലും കമ്പയർ ചെയ്താൽ പോലും അതിനേക്കാൾ വർത്താണ് വണ്ടി. കാരണം കംഫർട്ട്, സസ്പെൻഷൻ ഇൻഡിവിജ്വൽ സസ്പെൻഷനാണ്, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് അല്ല. ഒന്ന് ഒരു സൈഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ അത് വർക്ക് ചെയ്യാൻ എഫക്റ്റേ വരുന്നില്ല. അപ്പോൾ അത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ നല്ലൊരു ഫീച്ചർ. അത് ഈവൻ നമ്മൾ റേഞ്ച് റോവേഴ്സ് പോലെയുള്ള ഹൈ പ്രീമിയം കാർസിൽ മാത്രമേ കാണുന്നുള്ള ഫീച്ചേഴ്സൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നല്ല, അതും ജസ്റ്റ് ഇതൊന്നും ഒരു ഷോ പർപ്പസ് അല്ല, നന്നായിട്ട് അതിന്റെ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതെന്ന് വെച്ചാൽ ഇപ്പം ഇറങ്ങിയപ്പോൾ ഇതിന്റെ കുറെ ഫീച്ചേഴ്സ് അനൗൺസ് ചെയ്താണല്ലോ XV700 എന്നുള്ളത് ആൾക്കാർക്ക് പ്രിയമായത്. അപ്പം അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിരുന്നു ചോദിച്ചത്. അപ്പം നല്ല തീർച്ചയായിട്ടും അല്ല, ഞാൻ നെഫി പറഞ്ഞത് മോശമായിട്ട് പറഞ്ഞല്ല. ഓക്കെ അല്ല, ഞാൻ നമ്മൾ ചോദിച്ചപ്പോഴും അന്ന് പറഞ്ഞത് ഒന്നും മോശമായിട്ട് ഞാൻ ചോദിച്ചിരുന്നു ഇതിന് എക്സ്പീരിയൻസ് എന്തെങ്കിലും നമുക്ക്, കാരണം നമ്മൾ ഫുൾ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് ഇനിയും മോശമായിട്ട് എന്തെങ്കിലും ഇത്ര നാൾ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതിന്റെ റിവ്യൂ ആണ് നമ്മൾ ചോദിച്ചത്. കണ്ടന്റ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ല എന്ന് വെച്ചാൽ നമുക്ക് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ എപ്പോഴും വണ്ടിക്ക് എന്തൊക്കെയായിരുന്നു ഫോൾട്ട് എന്ന് അറിയാനാണല്ലോ അത് കാണുന്നത് തന്നെ. അപ്പൊ അങ്ങനെ ഒരു ഫോൾട്ട് ഇല്ല. ഇത് ശരിക്കും ഇപ്പൊ വീണ്ടും നമ്മൾ ആദ്യത്തെ ആ റിവ്യൂ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. വണ്ടിയുടെ ഫീച്ചേഴ്സ് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് വേറെ നമുക്ക് അതിനെക്കുറിച്ച് വണ്ടി മോശമായിട്ട് എനിക്ക് ഇന്നേ വരെ വണ്ടിയുടെ യാതൊരു കാര്യങ്ങളിലും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഏക ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ആപ്ലിക്കേഷൻ ഇച്ചിരി മോശമാണ്. നമുക്ക് അത്യാവശ്യം ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ചെയ്യാം, പക്ഷെ നമ്മളിപ്പോൾ പെട്ടെന്ന് താഴേക്ക് പോവാണ്, ചിലപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് കണക്ട് ആവണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. വോഡാഫോണിന്റെ ഇതാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്, മേ ബി അതുകൊണ്ടായിരിക്കും. അതിന്റെ ഒരു ചെറിയ പോരായ്മയുണ്ട്. അല്ലാത്ത പക്ഷം എല്ലാം പക്കയാണ്. ബഗ്ഗുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സോഫ്റ്റ്വെയർ ബഗ് ഉണ്ട് കേട്ടോ, അത് ശരിയാണ്. ഞാൻ അതൊരു നമുക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ യാതൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അതായത് എന്റെ ഇതിനകത്ത് ഇതുവരെയും എനിക്കിപ്പം കാർപ്ലേ വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ഫോൺ ഇതുവരെ ഇതിനകത്ത് കാർപ്ലേ കണക്ട് ആയിട്ടില്ല. പക്ഷെ അതേസമയം 14 Pro 13 Pro Max ഒക്കെ ഇതിനകത്ത് കാർപ്ലേ കണക്ട് ആവുന്നുണ്ട്. 12 Pro Max ഇതുവരെ കാർപ്ലേ കണക്ട് ആയിട്ടില്ല. അപ്പം അത് എസ്റ്റാബ്ലിഷിംഗ് ഫെയിലിയർ എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ആൻഡ്രോയിഡ് ഓട്ടോയും കാര്യങ്ങളൊക്കെ ഇപ്പൊ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഷോറൂമിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓൺ ദ ഡ്രൈവിൽ തന്നെ വണ്ടി തന്നെ അപ്ഡേറ്റ് ചെയ്തോളൂ. അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെയാണ്. പിന്നെ നല്ല മാസീവ് അപ്ഡേറ്റ് ഉണ്ടല്ലോ നമ്മൾ ഈ, അതായത് ഫുള്ള് റീഫ്ലാഷ് ചെയ്യുന്ന പോലെ, ഫുള്ള് റിമൂവ് ചെയ്ത് റീഫ്ലാഷ് ചെയ്യുന്ന പോലെ ഫേംവെയർ അപ്ഡേറ്റ്സ് തന്നെ ചെയ്യും. റീഫ്ലാഷ് ചെയ്യുന്ന പോലത്തെ അപ്ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഷോറൂമിൽ സർവീസ് ചെല്ലുന്ന സമയത്ത് അവർ ചെയ്തോളും. പക്ഷെ എന്നാലും ഈ ആൻഡ്രോയിഡ്, ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് ഒക്കെ ഓട്ടോ ഒക്കെ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നു, നല്ല അടിപൊളിയാണ്. നമുക്കത് ഇട്ട് പോകാനും നല്ല കാണാനും നല്ല രസമായിട്ടാണ്. പിന്നെ ഇനിയും അടുത്തായിട്ടുള്ളത് സർവീസിന്റെ കാര്യമാണ്. സർവീസ് എത്ര സർവീസസ് ചെയ്തു ഇതുവരെ? ഇപ്പോൾ 2 സർവീസ്. ഫസ്റ്റ് സർവീസ് ഒരു 1000 കിലോമീറ്റേഴ്സിന്റെയും അതിന് ശേഷമുള്ള 10,000 സർവീസാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത സർവീസിലേക്ക് നിൽക്കുകയാണ് വണ്ടി. അപ്പം 10,000 കിലോമീറ്റർ സർവീസിന് എത്ര കോസ്റ്റ് ആയിട്ടുണ്ട്? അതിന് എന്തെങ്കിലും സർവീസിന് ചെന്നപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് പറയേണ്ടതായിട്ട്, അതായത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് അതൊന്ന് ചെക്ക് ചെയ്തേക്കണേ എന്നെല്ലാം പറയേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു ഇത്രയും നാളെ ഇപ്പം ഞാൻ വണ്ടി ഇപ്പോൾ 18,000 കിലോമീറ്റേഴ്സ് ആയി. അത്യാവശ്യം റഫ് ടെറൈൻ എന്ന് പറയാൻ പറ്റില്ല, മീഡിയം നമുക്ക് നോർമൽ കാർസ് ഒക്കെ റൺ ചെയ്യുന്ന പോലത്തെ റഫ് ടെറൈൻസിലൊക്കെ തന്നെ റൺ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചെറിയ റോഡ്സുകൾ മോശമായിട്ടൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ പോലും അകത്തൊരു റാറ്റ്ലിങ്ങോ അല്ലെങ്കിൽ പഴയ നേരത്തെ ഉള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ വണ്ടി ആകുമ്പോഴത്തേക്കൊരു മോശമാവും കുറച്ച്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്നേ വരെ അകത്തൊരു റാറ്റ്ലിംഗ് ആട്ടെ ഒരു രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ഉള്ള സൗണ്ടോ യാതൊരു കാര്യങ്ങളും എനിക്ക് വണ്ടി ഇതുവരെ ഫേസ് ചെയ്യാൻ വന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആകെ, നമുക്ക് ആദ്യം ഷോറൂമിൽ ചെല്ലുമ്പോൾ നമ്മൾ ആകെ പുതിയ വണ്ടിയാകുമ്പോൾ പറയുന്നത് ഇങ്ങനത്തെ അകത്ത് ചെറിയ എന്തോ സൗണ്ട് കേൾക്കുന്നു അങ്ങനെയായിരിക്കും. പക്ഷെ അതൊന്നും പറയേണ്ടി വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ
യാതൊരു കാര്യങ്ങളും ഷോറൂമിൽ ചെന്നിട്ട് ഒന്നും എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. വണ്ടി പെട്ടെന്ന് തരണ്ടേ എന്നുള്ളതല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. സർവീസൊക്കെ കോസ്റ്റ് ആണെങ്കിലും ഒരു വളരെ റീസണബിളാ. 3000-3500 രൂപയൊക്കെ ഉള്ളൂ സർവീസിനൊക്കെ. എനിക്ക് ആ ഫസ്റ്റ് സർവീസിന് ഫ്രീ ആയിരുന്നു, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. അതിനുശേഷം 3000-3500 രൂപ പാക്കേജ് ഒന്നുമില്ല. നോർമലി XUV700 10,000 സർവീസിന് അത്ര എമൗണ്ടേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ല, ഇതിനൊരു വിത്ത് യു ഹമേഷ എന്ന് പറഞ്ഞിട്ട് മഹീന്ദ്രയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് എല്ലാ സർവീസിന്റെയും പ്രൈസ് കാണിക്കും. നമുക്ക് നോക്കാം. ആ പ്രൈസിൽ കൂടുതലായിട്ട് നമുക്ക് ഒരിക്കലും ചാർജ് ചെയ്യില്ല അവർ. എമൗണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ടാക്സോ 500 രൂപ വല്ലതും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടോ കൂടുകയോ കുറയുകയോ വന്നാലേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ബാക്കിയൊക്കെ, കാരണം അതിനകത്ത് തന്നിരിക്കുന്നത് മാറ്റേണ്ട പാർട്സ്, മാറ്റേണ്ട സാധനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ആ പാർട്സിന്റെ എല്ലാം വെച്ചിട്ടുള്ള പ്രൈസാണ് ഇട്ടിട്ടുള്ളത്. ഈവൻ ഇവരുടെ സിസ്റ്റത്തിലാണ് ഇതിന്റെ എൻട്രി വരിക. അതായത് എന്താ നമ്മുടെ ഈ ഇത്ര സർവീസ് എൻട്രി കൊടുക്കുമ്പോൾ അവർക്ക് ഇത്ര രൂപ ബില്ല് അതിനകത്ത് പ്രീസെറ്റ് ആണ്. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും മെക്കാനിക്കൽ എറർ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് ഔട്ട് ഓഫ് വാറന്റി ആയിട്ടുള്ള വണ്ടി ആകുമ്പോൾ മാത്രമേ എക്സ്ട്രാ എന്തെങ്കിലും ചാർജസ് വരുള്ളൂ. അല്ലാത്ത പക്ഷം സമാധാനമാണ്. സർവീസ് സെന്ററിന്റെ സൈഡിൽ നിന്നുള്ള അഭിപ്രായവും ഓക്കെ ആണോ? സർവീസ് സെന്ററിന്റെ സൈഡിൽ നിന്ന് എനിക്ക് ശരിക്കും സർവീസ് സെന്ററിന്റെ വലിയൊരു ഇത് വന്നിട്ടില്ല. കാരണം ആകെ വണ്ടി 1000 കിലോമീറ്ററിനും അതിന് ശേഷമുള്ള കിലോമീറ്ററിലും അല്ലാതെ സർവീസ് സെന്ററിൽ അങ്ങനെ പോയി കിടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അപ്പൊ പിന്നെ സർവീസ് സെന്ററുമായിട്ട് എനിക്ക് വലിയ ബന്ധങ്ങളൊന്നും ഇല്ല. പറഞ്ഞ സമയത്ത് തന്നെ തന്നോ വണ്ടി? എനിക്ക് അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ആദ്യത്തെ ബാച്ച് വണ്ടി ആയിരുന്നുകൊണ്ട് ഫസ്റ്റ് സർവീസ് തന്നെ ഞാൻ 4 മണിക്കാണ് കൊണ്ട് ചെന്നത്. കാരണം അവരുടെ ഒരു ഫസ്റ്റ് ബാച്ച് വണ്ടി ആയതുകൊണ്ട് അവർക്ക് ഒരു കസ്റ്റമറിന്റെ ഒരു വീഡിയോ ഷൂട്ട് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അവരൊരു ഫുൾ സെറ്റായിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ അവരുടെ അന്നത്തെ ആ പരിപാടി കഴിഞ്ഞ ശേഷം എനിക്ക് അന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ ഫ്രീ. അടുത്ത ദിവസങ്ങളിലൊക്കെ എനിക്ക് കുറച്ച് യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ എന്നോട് ചെല്ലാൻ പറഞ്ഞു. ഞാനൊരു 4 മണിയാകുമ്പോൾ ചെന്നു. ഒരു മണിക്കൂർ 1.5 മണിക്കൂറിനകത്ത് വണ്ടി അപ്ഡേഷനും എല്ലാം കഴിഞ്ഞ് എനിക്ക് വണ്ടി തന്നു. അപ്പോൾ സർവീസ് അങ്ങനെയായിരുന്നു. സെക്കൻഡ് സർവീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും എറണാകുളത്താണ് ചെയ്തത്. അതും എനിക്ക് കുഴപ്പമൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ, അത് ഈ ഷോറൂമുകാരുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങളാണല്ലോ. അതൊന്നും വണ്ടിയുടെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലും നമുക്ക് പ്രശ്നങ്ങളില്ല. ഇനി ആൾക്കാരുടെ ഡീലിംഗ് ഒക്കെ നല്ല ഡീലിംഗാണ്. പിന്നെ അവരുടെ ചെറിയ പ്രവൃത്തികൾ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെടാവുകയുള്ളൂ. അത് കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് XUV700 പറ്റി ചോദിക്കാനുള്ളത്. നമ്മൾ സാധാരണ ചോദിക്കാറുള്ള മെയിൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്യാണ്, വണ്ടിയുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത്. കാരണം നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ പോരാ, അതായത് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് പറഞ്ഞു, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാനായിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പം എനിക്കിതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. പക്ഷെ എനിക്ക് ഇതിനകത്ത് ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങളായിട്ട് ഇതുവരെ യാതൊന്നും വന്നിട്ടില്ല. വണ്ടി ഇത് കുറച്ച് നന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അത് കുറച്ച് നന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഇപ്പൊ നമ്മൾ 500 ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്റീരിയർ ക്വാളിറ്റി ഒക്കെ ഇതിനകത്ത് ഭയങ്കര ബെറ്റർ ആണ്. അപ്പോൾ ഓരോ പ്ലാസ്റ്റിക്സ് ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത്. നമുക്ക് അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ മഹീന്ദ്ര വെച്ച് നോക്കുമ്പോൾ അവരതിനകത്ത് ഭയങ്കര തകർപ്പൻ പെർഫോമൻസ് ആണ് കാണിച്ചിരിക്കുന്നത് വണ്ടിയുടെ കേസിൽ. അപ്പം നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിൻ്റെ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. അപ്പം താങ്ക് യു സോ മച്ച് മാൻ. നമുക്ക് 2 റിവ്യൂസ് കിട്ടി XUV700 തന്നെ. ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ 2 എക്സ്പീരിയൻസ് ആകുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ മനസ്സിലാകുമായിരിക്കും. കാരണം ആളുടെ ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ അതിൽ നിന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.